ബർക്കിന ഫാസോ, ഒരു രാജ്യം, പല പ്രതിസന്ധികൾ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തീവ്രവാദി ആക്രമണങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും കടുത്ത മാനുഷിക പ്രതിസന്ധിയുമാണ് ആ രാജ്യത്തെ പിടിച്ചുലയ്ക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി. രാജ്യം പട്ടിണിയുടെ വക്കിലാണ്. എന്തുകൊണ്ടാണ് ഈ അവസ്ഥയുണ്ടായത്? ആ രാജ്യത്തിന്റെ ചരിത്രവും ഇപ്പോഴത്തെ സാഹചര്യവും നമുക്കൊന്ന് പരിശോധിക്കാം. ബർക്കിന ഫാസോയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വിപ്ലവത്തിന്റെ തീപ്പൊരി പടർത്തിയ തോമസ് സങ്കാരയുടെ കാലഘട്ടം വളരെ പ്രധാനമാണ്. 1983 സൈനിക അട്ടിമറിയിലൂടെ അധികാരം ഏറ്റെടുത്ത അദ്ദേഹം രാജ്യത്തിന്റെ പേരു മാറ്റുകയും അഴിമതിക്കെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും ശക്തമായി പൊരുതുകയും ചെയ്തു. എന്നാൽ 4 വർഷത്തിനു ശേഷം സ്വന്തം സുഹൃത്തായ ബ്ലെയ്സ് കോമ്പറ്റോറയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു അട്ടിമറിയിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. പിന്നീട് കോമ്പറ്റോറ 27 വർഷം രാജ്യം ഭരിച്ചു. ഒടുവിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ശ്രമത്തിനെതിരെ ഉയർന്ന ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് 2014 അദ്ദേഹത്തിന് പലായനം ചെയ്യേണ്ടി വന്നു. സായുധ സംഘങ്ങളുടെ ആക്രമണങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും. 2015 ശേഷം മാലിയുമായുള്ള അതിർത്തി പ്രദേശങ്ങളിൽ അൽ-ഖയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നീ സംഘടനകളുമായി ബന്ധപ്പെട്ട സായുധ സംഘങ്ങൾ ആക്രമണം തുടങ്ങി. ഇത് പതുക്കെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നു. സാധാരണക്കാർക്ക് വലിയൊരളവിൽ പരിക്കേറ്റു. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി. സുരക്ഷാസേനയ്ക്ക് ഇവരെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അട്ടിമറികൾ. സുരക്ഷാ പ്രശ്നങ്ങൾ വർദ്ധിച്ചതും ജിഹാദി ഗ്രൂപ്പുകളെ നേരിടുന്നതിൽ സർക്കാരിന്റെ പരാജയവും കാരണം സൈന്യത്തിനുള്ളിൽ അമർഷം പുകഞ്ഞു. ഇത് 2022 ജനുവരിയിൽ ആദ്യത്തെ അട്ടിമറിക്ക് കാരണമായി. ലഫ്റ്റനന്റ് കേണൽ പോൾ ഹെൻറി സാന്റോഗോ ദമീബ അധികാരം പിടിച്ചെടുത്തു. എന്നാൽ അദ്ദേഹത്തിനും സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് അതേ വർഷം സെപ്റ്റംബറിൽ രണ്ടാമത്തെ അട്ടിമറി നടന്നു. ക്യാപ്റ്റൻ ഇബ്രാഹിം ട്രാവോറ അധികാരം ഏറ്റെടുത്തു. ഇദ്ദേഹമാണ് ഇപ്പോൾ ബർക്കിന ഫാസോയുടെ തലവൻ. മാനുഷിക പ്രതിസന്ധി. തുടർച്ചയായ ആക്രമണങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും കാരണം ബർക്കിന ഫാസോയിൽ വലിയൊരു മാനുഷിക പ്രതിസന്ധി രൂപപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തം വീടും കൃഷിയിടവും നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്നു. ഇവർ പലപ്പോഴും തിങ്ങിപ്പാർക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ഭക്ഷ്യക്ഷാമം, ശുദ്ധജലത്തിന്റെ അഭാവം, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് എന്നിവ ആ ജനതയെ ദുരിതയിലാക്കുന്നു. അന്താരാഷ്ട്ര സഹായം ആവശ്യമുണ്ടെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം പലയിടത്തും അത് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. സാമ്പത്തിക കാര്യങ്ങൾ. തുടർച്ചയായ സുരക്ഷാ പ്രശ്നങ്ങൾ ബർക്കിന ഫാസോയുടെ സാമ്പത്തിക മേഖലയെ ദുരിതയിലാക്കിയിട്ടുണ്ട്. കൃഷി, ഖനനം എന്നീ പ്രധാന വരുമാന സ്രോതസ്സുകൾക്ക് കനത്ത തിരിച്ചടിയേറ്റു. സ്വർണ്ണഖനനം രാജ്യത്തിന്റെ ആഭ്യന്തര വരുമാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും അസ്ഥിരത മൂലധന നിക്ഷേപങ്ങളെ ബാധിക്കുന്നു. കൂടാതെ സൈനിക ചെലവുകൾ വർദ്ധിച്ചത് വികസന പ്രവർത്തനങ്ങൾക്കുള്ള പണം കുറച്ചു. ദാരിദ്ര്യം വീണ്ടും കൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നിലവിലെ അവസ്ഥ. ക്യാപ്റ്റൻ ഇബ്രാഹിം ട്രാവോറയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം തീവ്രവാദികൾക്കെതിരെയുള്ള യുദ്ധം തുടരുകയാണ്. സൈനിക നടപടികളിലൂടെ ചില പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനായെന്ന് അവർ അവകാശപ്പെടുന്നു. അതോടൊപ്പം പുതിയ വികസന പദ്ധതികളും സ്വർണ്ണ ശുദ്ധീകരണശാല പോലുള്ള മെഗാ പ്രോജക്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ സുരക്ഷാ വെല്ലുവിളികളും ആഭ്യന്തര പ്രശ്നങ്ങളും ഇപ്പോഴും തുടരുകയാണ്. അട്ടിമറി ശ്രമങ്ങൾ തടഞ്ഞതായി ഭരണകൂടം ഇടയ്ക്കിടെ അറിയിക്കാറുണ്ട്. സായുധ സംഘങ്ങൾ കാരണം സുരക്ഷാ പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ ശൃംഖലയെ ഇത് ബാധിച്ചതിനാൽ തക്കാളി പോലുള്ള സാധനങ്ങളുടെ വിലക്കയറ്റം സാധാരണക്കാരെ വലയ്ക്കുന്നു. രാജ്യം പട്ടിണിയുടെ വക്കിലാണ്. അതേസമയം സൈനിക നടപടികളിലൂടെ ചില പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ചതായി ഭരണകൂടം അവകാശപ്പെടുകയും പുതിയ വികസന പദ്ധതികളും മെഗാ പ്രോജക്ടുകളും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും അട്ടിമറി ശ്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഇടയ്ക്കിടെ പുറത്തുവരുന്നു. ബർക്കിന ഫാസോ ഇപ്പോൾ അവരുടെ പഴയ ബന്ധങ്ങൾ മാറ്റി പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കുകയാണ്. ഫ്രാൻസുമായുള്ള സൈനിക സഹകരണം അവസാനിപ്പിച്ച് റഷ്യയുമായി കൂടുതൽ അടുക്കുന്നു. റഷ്യൻ സൈനിക പരിശീലകരും ആയുധങ്ങളും രാജ്യത്തെത്തുന്നുണ്ട്. അതോടൊപ്പം മാലി, നൈജർ തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായി ചേർന്ന് അലയൻസ് ഓഫ് സഹേൽ സ്റ്റേറ്റ്സ് എന്നൊരു സഖ്യവും രൂപീകരിച്ചു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളും ആഫ്രിക്കൻ യൂണിയൻ, എക്കോവാസ് പോലുള്ള പ്രാദേശിക സംഘടനകളും ഇപ്പോഴത്തെ ഭരണകൂടത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ബർക്കിന ഫാസോയുടെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മാനുഷിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാനും രാജ്യത്ത് സ്ഥിരത കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വിദേശ ശക്തികളുടെ ഇടപെടലുകളും പുതിയ സഖ്യങ്ങളും ഈ മാറ്റങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.